ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുമാരി. ഇന്ന് നമ്മൾ പ്രാർത്ഥനയുടെ രഹസ്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെ നേടിയെടുക്കാം അതിനെക്കുറിച്ചാണ് നമ്മളിന്ന്. ഒരു പവർഫുള്ളായ ടെക്നിക്കാണ്. ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും നല്ലൊരു ടൂളാണ് പ്രെയർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെ നേടിയെടുക്കാം, എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ ശരിയായ രീതിയിലാണോ പ്രാർത്ഥിക്കുന്നത്, ഒക്കെ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും നാം വിശ്വസിക്കുന്ന ദൈവത്തോട് നമ്മൾ, അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവിനോട്, നമ്മൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് അവരോട് പ്രാർത്ഥിക്കാറുണ്ട്. കുറച്ച് സമയം നമ്മൾ കണ്ണുകളടച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു ആത്മവിശ്വാസം, ഒരു പോസിറ്റീവ് എനർജിയൊക്കെ നമ്മളിൽ വന്ന് നിറയാറുണ്ടല്ലേ. നമ്മളെല്ലാവരും, മിക്ക ആളുകളും പ്രാർത്ഥിക്കുന്നവരാണ്. എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവരും പ്രാർത്ഥനകൾ ശീലമാക്കിയവരാണ് ഒട്ടുമിക്ക ആളുകളും. പക്ഷേ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു, നമ്മളെല്ലാവർക്കും ആ ശരിയായ രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ടോ? എന്തുകൊണ്ടാണ് എല്ലാവർക്കും റിസൾട്ട് കിട്ടാത്തത്? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പ്രാർത്ഥനയിൽ ഒരുപാട് തെറ്റുകൾ വരുത്തുന്നുണ്ട്. ശരിയായ രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ, ദൈവത്തിനോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നമ്മൾ പറഞ്ഞാൽ, നമ്മൾ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ യൂണിവേഴ്സ് തയ്യാറാണ്, ദൈവം തയ്യാറാണ്, ദൈവികത അത് തയ്യാറാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന രീതി എങ്ങനെയാണ്? നമ്മളൊന്ന് നോക്കാം. നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങളോട് തന്നെ ഒന്ന് നോക്കുക. നിങ്ങൾ അമ്പലത്തിൽ പോയാലോ, പള്ളിയിൽ പോയാലോ, അല്ലെങ്കിൽ വീട്ടിലായാലും നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മളറിയാതെ തെറ്റുകൾ വരുത്തുന്നുണ്ട്. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുക. നമ്മുടെ മനസ്സിന് ഒരുപാട് ശക്തിയുണ്ട്. നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്, ഞാൻ ആവശ്യപ്പെട്ടാൽ എൻ്റെ ദൈവം എനിക്കത് തരുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൽ വിശ്വസിക്കുക, ലഭിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ആ ലഭിച്ചു കഴിഞ്ഞ ആ ഫീലിംഗ്, സന്തോഷം നമ്മൾ അനുഭവിക്കണം. പക്ഷെ നമ്മളെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ കരഞ്ഞുകൊണ്ട്, വിഷമിച്ച്, ഭഗവാനെ എൻ്റെ രോഗം മാറ്റി തരണേ, എൻ്റെ കടങ്ങൾ തീർത്ത് തരണേ. പലരും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ രോഗത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തണേ, കടത്തിൽ നിന്ന് തന്നെ രക്ഷിക്കണേ, എനിക്ക് നല്ലൊരു ജോലി കിട്ടണേ. നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ കരഞ്ഞുകൊണ്ട്, വിഷമിച്ച്. നമ്മൾ പറയാറുണ്ട്, ഫീലിംഗ് ഈസ് ദ സീക്രട്ട്. നമ്മൾ ഏത് ഫീലിങ്ങിലാണോ, ഏത് സ്റ്റേറ്റിലാണോ നിന്ന് പ്രാർത്ഥിക്കുന്നത്, അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നത്. പ്രാർത്ഥനകൾ ഒരിക്കലും ഒരു യാചനയോ അപേക്ഷയോ ഒന്നും ആവരുത്. ഓരോ വാക്കുകളും, ഓരോ പ്രാർത്ഥനകളും ഓരോ വിത്തുകളാണ്. നമ്മൾ പ്രപഞ്ച സൃഷ്ടാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അവിടെ എല്ലാ അമ്പലങ്ങളിലായും പല സ്ഥലത്ത് എഴുതി വെച്ച് നിങ്ങൾ കണ്ടോ, തഥാസ്തു. നമ്മൾ എന്താണ് ആവശ്യപ്പെടുന്നത്, ശരി, തന്നിരിക്കാം. ആ രീതിയിലാണ് അവിടെ തഥാസ്തു എന്ന് പറയുന്നത്. ഈ തഥാസ്തുവിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് പ്രാർത്ഥിക്കുക? കരഞ്ഞ്, കണ്ണീരോടുകൂടി, വിഷമിച്ച്, ആ ഫീലിങ്ങിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന? നമ്മൾ ഉള്ളതിന് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ നിങ്ങൾക്ക് പൈസയാണ് വേണ്ടതെങ്കിൽ, ഭഗവാനെ എനിക്ക് ഈ നിമിഷം വരെ എനിക്ക് തന്നിട്ടുള്ള ഓരോ പണത്തിനും ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേർന്ന പണത്തിനും എനിക്ക് തന്ന ഐശ്വര്യത്തിനും ഒക്കെ നന്ദി പറയാം. ഒരു ജോലിയാണെങ്കിൽ, ഒരു ചെറിയ ജോലിയാണെങ്കിലും നമ്മളതിന് നന്ദി പറയാം. നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ പ്രാർത്ഥനകളും. അതുപോലെ നിങ്ങൾക്ക് രോഗമാണെങ്കിൽ, എനിക്ക് ഈ നിമിഷം വരെ എൻ്റെ ആരോഗ്യത്തോടു കൂടി എന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അപേക്ഷിക്കാതെ, നമ്മളെന്നും വന്ന് ഭഗവാന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് യാചിക്കുകയാണ്. എന്നെ രക്ഷിക്കണേ, എനിക്ക് ഇത് തരണേ, അത് തരണേ, നമ്മൾ യാചിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ ഉള്ളതിന് നന്ദി പറഞ്ഞു. നമ്മൾ ഇന്നലെ എന്താണോ ചിന്തിച്ച് കൂട്ടിയത്, അതൊക്കെ നമ്മൾ വാങ്ങിച്ചതാണ്. ഈശ്വരൻ നമുക്ക് യൂണിവേഴ്സ് തന്നതാണ്. നമ്മൾ ഓരോന്നും അപേക്ഷയിലൂടെ. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ചിലർ പറയാറുണ്ട്, ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, എന്നിട്ട് ഇന്ന് വരെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പുരോഗതി വരുന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണത് വരാത്തത്? ദൈവത്തിൻ്റെ കുറ്റമല്ല അത്, പ്രപഞ്ചത്തിൻ്റെ കുറ്റമല്ല, നമ്മുടെ പ്രാർത്ഥനകളിൽ തെറ്റായ രീതിയാണ്. അപ്പോൾ ഇന്നു മുതൽ പ്രാർത്ഥനകളിൽ മാറ്റം വരുത്താം. നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനും ആത്മാർത്ഥമായിട്ട് നന്ദി പറയുമ്പോൾ കൂടുതൽ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ മാറ്റങ്ങൾ വരുത്താം. നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചൊക്കെ നേടിയെടുക്കണമെങ്കിൽ നന്ദിയാണ് ഏറ്റവും വലിയ രീതിയിൽ നന്ദി പറയാം. ഭഗവാനോട് നന്ദി പറയാം. ഈ നിമിഷം വരെ എന്നെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ദൈവികതയ്ക്ക്, യൂണിവേഴ്സിന്, ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പ്രാർത്ഥനകളിലൂടെ നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും. പ്രാർത്ഥനകൾ ശരിയായ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
എൻ്റെ ബെല്ലൈക്കണൊന്ന് അമർത്ത തന്നെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.